ഗെയിം മച്ചന്മാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ചീപ്പ് കോഡ്സും എന്തൊക്കെ വെഹിക്കിൾസും കാര്യങ്ങളും അതുപോലെ എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളും വന്നേക്കുന്നതിൻ്റെ മൊത്തം ചീപ്പ് കോഡും കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ടൊരു ട്രക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രക്കും കാര്യങ്ങളൊക്കെ വന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് ഇന്നും ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണം. അപ്പോൾ ഓരോ ചീപ്പ് കോഡിൻ്റെ അകത്തിൽ ഏതൊക്കെ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരാണ്. ആദ്യം തന്നെ നമ്മുടെ ലെംബോർഗിനി ഉർസു കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ലെംബോർഗിനി കാറും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പത്തെ ഒരു അപ്ഡേറ്റിൽ വന്നതാണ്. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ എയർ ബലൂൺ കാര്യം കിട്ടിയിട്ടുണ്ട്. എയർ ബലൂണും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ എന്ന് വെച്ചാൽ ഡ്രാഗനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പോൺ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിവിടെ ഡ്രാഗന് കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ചീപ്പ് കോഡും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1820 ആണ്. ലാൻഡ് ക്രൂസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് നമ്മുടെ 0606 ആണ്. UFO കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സ്പോൺ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ UFO കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ സ്കോർപ്പിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്പോൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കോർപ്പിയോയുടെ എന്നിട്ട് 5309 നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കോർപ്പിയോ കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഗാലറി കാര്യങ്ങളൊക്കെ നമുക്കതൊരു ബോഡിയുടെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അത് വീല് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. വീല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വീലിൻ്റെ കളറ് നമുക്ക് നമ്മുടെ ബോഡിയുടെ കളറുമായിട്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാതെയും കസ്റ്റമൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാറ് അല്ലെങ്കിൽ ഡ്രാഗൺ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസും കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതൊക്കെ സംസാരിച്ച് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാവുന്നതാണ്. കുറേ നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എന്നാലും എല്ലാവരും കൂടെ ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റം മാത്രം പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എല്ലാം കൂടെ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് റിസ്ക്കിയാണ്. കാരണം ഗെയിമിൻ്റെ അത്തരം കുറച്ച് ഡേറ്റാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യമൊക്കെ തീരുമാനിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരെണ്ണം ആഡ് ചെയ്യാവുന്നതാണ്. ഒരു വെഹിക്കിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതൊരു അടുത്ത വെഹിക്കിൾ നമ്മുടെ 6666 ആയിരിക്കുമ്പോൾ നമുക്ക് G-Wagon കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. G-Wagon കാര്യം 6666 കോൾ ചെയ്യേണ്ടതാണ്. അടുത്ത വെഹിക്കിൾ എന്ന് പറയുമ്പോൾ 5643 നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ട്രാക്ടറും കാര്യങ്ങളും കിട്ടുന്നതാണ്. ട്രാക്ടറിൻ്റെ പുറകിലുള്ള സാധനമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വരുന്നത്. അടുത്ത നമ്മുടെ വെച്ചാൽ ബസ്സാണ് വരുന്നത്. 5566 എന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്ക് ബസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത 3050 നമുക്ക് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നിസാൻ GT കാറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അത് 9191 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4Xൻ്റെ G-Wagon കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3100 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബൊലേറോ കാറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. അതുപോലെ തന്നെ 3001 പറയുമ്പോൾ നമുക്ക് ബോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി 6677 കോൾ ചെയ്യുമ്പോൾ നമുക്ക് JCB കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് JCB കാര്യങ്ങളും. ഇനി നമുക്ക് ആർമർ കാറും ആഡ് ചെയ്യാം. അപ്പം ആർമർ കാറും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ആഡ് ചെയ്യാനുള്ള അടുത്ത നമ്മുടെ ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. 320 കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ 330 ആഡ് ചെയ്യുമ്പോൾ മിനി ജെറ്റ് പാക്കും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഐറ്റം നമ്മൾ ഇനി കോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2244 കോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ കാറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മസ്താങ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ മസ്താങ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ഫെറാറി കാറും കാര്യങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫെറാറി കാര്യങ്ങൾ 8811 കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫെറാറി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് 4040 കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആർമി ട്രക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2020 എന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇന്നോവ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോൾ ചെയ്ത് സ്പോൺ ചെയ്ത് വന്നിരിക്കുന്നത്. ട്രക്കും കാര്യങ്ങളൊന്നും ഇതിന് ട്രക്കിൻ്റെ കുറച്ചുകൂടെ മോഡിഫൈങ് ആയിട്ടുള്ള വേർഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പം ഇതിന് തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ 0 മാത്രം ആഡ് ചെയ്ത് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത നമുക്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫയർഫോഴ്സിൻ്റെ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ കാറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമുക്കാണെങ്കിൽ 1001 കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഫോർച്യൂണർ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 300 കോൾ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ടാർസൻ കാറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4000 കോൾ ചെയ്യുമ്പം നമുക്കാണെങ്കിൽ പോർഷയുടെ കാറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ പഴയ സ്കോർപ്പിയോ കാര്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കോർപ്പിയോ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അടുത്ത 444 കൂടെ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കോർപ്പിയോയുടെ സെക്കൻഡ് വേർഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കോൾ ചെയ്യുമ്പം ഫോർച്യൂണറിൻ്റെ അപ്ഗ്രേഡബിൾ വേർഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ 2000 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റോൾസ് റോയ്സ് കാറും കാര്യങ്ങളൊക്കെ
വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 800 കോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ബുഗാട്ടി കാറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് 900 കോൾ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ലംബോർഗിനി ഉർസു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. 500 കോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലംബോർഗിനി ഉർസു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ അടുത്ത് നമ്മൾ 700 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ലംബോർഗിനിയുടെ സെക്കൻഡ് വേർഷൻ കാര്യങ്ങൾ V2 കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് 9090 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് താറ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. താറിൻ്റെ ഫസ്റ്റ് വേർഷൻ താറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ അടുത്ത് നമ്മുടെ RG സ്റ്റൂളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് വന്ന വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയും വെഹിക്കിൾസും കാര്യങ്ങളും ഇത്ര ഐറ്റംസും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് പഴയ നമുക്കാണെങ്കിൽ പോലീസ് കാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് കാറിൻ്റെ സെക്കൻഡ് വേർഷനായിട്ടുള്ള വേറെ പോലീസ് കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്ന പുതിയ കാർസും കാര്യങ്ങളിലൊക്കെ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാനാണ്. അതിൽ ഏതെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കതും എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അടുത്ത് നമ്മുടെ BMX ആണ് കൊണ്ടുവന്നേക്കുന്നത്, സൈക്കിളും കാര്യങ്ങളും. അതുപോലെ തന്നെ 2222 കോൾ ചെയ്യുമ്പോൾ നമുക്ക് AT ട്രക്ക് കാര്യങ്ങൾ ബൈക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ KTM കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിഞ്ച കാവാസാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിഞ്ച കാവാസാക്കി. അടുത്ത നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത് വെച്ചാൽ യമഹയുടെ R15 ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മളാണെങ്കിൽ അപ്പാച്ചിയുടെ ബൈക്കും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത 5000 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ RS200 ആണ്, പൾസറിൻ്റെ RS200. അതുപോലെ തന്നെ 0000 കോൾ ചെയ്യുമ്പോൾ പ്ലഷർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ആകുന്നുണ്ട്. അതുപോലെ 7000 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഹയബൂസ ബൈക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ബൈക്ക് എന്ന് വെച്ചാൽ 8888 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ FZ10 കാര്യങ്ങൾക്ക് ബൈക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 777 നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ബുഗാട്ടി ബൈക്കും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 666 കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ TNTയുടെ ബൈക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്ക് 1290 എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്കും കാര്യങ്ങളും വന്നു. അതുപോലെ തന്നെ ഡ്യൂക്കിൻ്റെ 200 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് 5555 എന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മോൺസ്റ്റർ ബൈക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പം എത്ര പേർക്ക് ഇത് ഇപ്പോഴത് ലെജൻഡായിട്ടിരിക്കുന്ന ഒരു ബൈക്കും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ബുള്ളറ്റാണ് വന്നേക്കുന്നത്. ബുള്ളറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ഹോണ്ടയുടെ ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ബൈക്കും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലെൻഡർ കാര്യങ്ങളൊക്കെയാണ്. സ്പ്ലെൻഡറിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1190 നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ആണെങ്കിൽ 1190യുടെ KTM കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അടുത്ത ബൈക്കും കാര്യങ്ങളും പഴയ നമ്മുടെ ഓൾഡ് പൾസറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നേക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കാര്യങ്ങളും കാണിക്കാനുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബൈക്സ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ബൈക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബൈക്സും കാര്യങ്ങളെന്ന് വെച്ചാൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ പുതിയ വല്ല ബൈക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് ആ ഒരു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ട്രക്കിൻ്റെ ബേസായിട്ടുള്ള കുറച്ച് കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോൺസ്റ്റർ ട്രക്സിൻ്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇനി അടുത്ത മോൺസ്റ്റർ ട്രക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പോൺസീവാണ്. അടുത്ത മോൺസ്റ്റർ ട്രക്കിൻ്റെ നമ്മുടെ ഇവിടെ ചീപ്പ് കോഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആർമർ കാർ വെച്ചിട്ടുള്ള മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒനിക്സിൻ്റെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളാണ്. അടുത്ത നമ്മുടെ താറിൻ്റെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങൾ നമ്മളിവിടെ സ്പോൺ ചെയ്തേക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറേ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളുണ്ട്, ഓരോന്നോരോന്നാണ് സ്പോൺ ചെയ്യുന്നതാണ്. ലംബോർഗിനിയുടെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളും സ്പോൺ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളാണ് ലംബോർഗിനിയുടെ V2യുടെ വേർഷനായിട്ടുള്ള മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഒരു പോലീസുകാരുണ്ട്, അതിൻ്റെ വേറൊരു പോലീസുകാരൻ്റെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് മോൺസ്റ്റർ ട്രക്ക് ഇഷ്ടംപോലെ ഐറ്റംസുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇപ്പം നിലവിലുള്ള കാർസിൻ്റെയൊക്കെ ഓരോരോ കളക്ഷൻസ് കാര്യങ്ങൾ എടുത്ത് എന്താണ് നമ്മുടെ ടാർസിൻ്റെ മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങൾ നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ജസ്റ്റ് താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ടോൺ വെച്ച് നിങ്ങൾക്ക് ഓരോരോ മോൺസ്റ്റർ ട്രക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗെയിമിൻ്റെ അകത്തുള്ള മോൺസ്റ്റർ ട്രക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എന്തെങ്കിലും വിട്ടുവിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ എന്തായാലും നോക്കേണ്ടതാണ്. എന്തെങ്കിലും ഞാൻ ഇവിടെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അടുത്ത വീഡിയോ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ ആനിമൽസും കാര്യമാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്പോൺ ചെയ്തത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പട്ടയോ സ്പോൺ ചെയ്ത്, കുതിരയെ സ്പോൺ ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഡ്രാഗൻ നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട്. അടുത്ത ചെറിയ ഡ്രാഗനെ സ്പോൺ ചെയ്ത്, അടുത്ത വലിയ ഡ്രാഗൻ നമ്മൾ സ്പോൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഒരു 5-6 ഡ്രാഗൻസും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിൻ്റെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്പോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നുണ്ടെന്ന് പറയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് മിഷൻ ഗൺസും അതുപോലെ തന്നെ വിസൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും.
പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. എത്ര പേർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ ഓരോ ആനിമൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലതൊക്കെ ഇനി കിട്ടണമെങ്കിൽ കുറേ പേർക്ക് കിട്ടാത്ത ആനിമൽസും കാര്യങ്ങളും കാണുമായിരിക്കും ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ആണെങ്കിൽ പ്ലഗിൻ ആപ്പിൻ്റെ അകത്ത് വഴി കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്ലഗിൻ ആപ്പിനകത്ത് കൂടെ വഴി കിട്ടുന്നത് നിങ്ങളുടെ ഡ്രാഗൺസും അതുപോലെ ആനിമൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരുന്നതാണ്. മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും എങ്ങനെയാണ് നമ്മൾ പ്ലഗിൻ വഴി നമ്മൾ ഒരു ഐറ്റത്തിന് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ പുതിയ വേർഷനൊക്കെ നമ്മുടെ ആപ്പിനകത്തോട്ട് വന്നുകൊണ്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതിനൊക്കെ അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളും കാണുമായിരിക്കും. അപ്പം ആ ഡൗട്ടൊക്കെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും അതിനുവേണ്ടി കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതുവരെ ഒരു ആനിമലിൽ എങ്ങനെയാണ് ഗെയിമിലോട്ട് ആഡ് ചെയ്യേണ്ട പ്ലഗിൻ ആപ്പിൽ നിന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് തന്നെ ഞാൻ അതിനനുസരിച്ചുള്ള രീതി പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലഗിൻ ആപ്പിനകത്ത് ഇങ്ങനെ ആനിമൽസ് മാത്രമല്ല ആഡ് ചെയ്യാൻ പറ്റുന്നത്. ആനിമൽസ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. കുറേ മാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രാക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രത്യേകം വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം. ഇനി നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം 99 വെച്ചിട്ടാണ്. 99 കാർമേഘം വരും, പിന്നെ മഴ വരും, പിന്നെ രാത്രിയാകും, പിന്നെ മഴ വരും, പിന്നെ മറ്റേ ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ വരും. അത് പിന്നെ പകലാക്കാം. നമുക്ക് എല്ലാ 99 അകത്ത് വെച്ച് കോൾ ചെയ്യുന്ന രീതിയിലാണ് നമുക്കിപ്പം കൊണ്ടുവന്നേക്കുന്ന ക്ലൈമറ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഐറ്റംസ് തിങ്സ് കാര്യങ്ങൾ കണ്ടെയ്നേഴ്സും അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ ചീപ്പ് കോഡും കാര്യങ്ങളും രീതി വെച്ച് അടിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇതിനകത്ത് ഗെയിമിനകത്ത്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തിങ്സിൻ്റെ അതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ തിങ്സ് വെച്ച് കുറേ ഐറ്റംസ് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറേ അത് മുമ്പൊക്കെ നമുക്ക് ഓരോ ഐറ്റംസ് കാര്യങ്ങളും ഒരു ഈവൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മിനി എയറോപ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, മിനി ഹെലികോപ്റ്ററും കാര്യങ്ങളും. അതുപോലെ തന്നെ കുറച്ചുകൂടി വലിയതായിട്ടുള്ള ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഗെയിമിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഹെലികോപ്റ്റർ കാര്യങ്ങളാണ്, ഹെലികോപ്റ്ററും കാര്യങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ പ്ലെയിൻ ഓടിക്കാൻ പറ്റില്ലെന്ന് കുറേ പേര് നമ്മളോട് നേരത്തേക്ക് മുമ്പത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ, ഒന്നും അങ്ങോട്ട് പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മുടെ ക്യാരക്ടർ നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നൊരു ഓപ്ഷനും കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എത്ര പേര് ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ യൂസ് ആക്കിയിട്ടുണ്ടെന്ന് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം എത്ര പേർക്ക് ഇത് യൂസായി, എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഓപ്ഷൻസ് കാര്യങ്ങളാണ് RPG എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. RPG കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. RPG കാര്യങ്ങൾ നമ്മുടെ മണ്ടയ്ക്ക് മറ്റേ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഫയർ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് മണ്ടയ്ക്കോട്ട്. അതാണ് നമ്മുടെ RPG കാര്യങ്ങളൊക്കെ. ഓട്ടോ ഫയറും കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫയർ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ അങ്ങോട്ട് വെടി കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അതാണ് നമ്മുടെ RPG കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഇതുവരെ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. എങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഐറ്റമാണ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം മൊത്തം ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും. വെഹിക്കിൾസും കാര്യങ്ങളെല്ലാം ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മുടെ ബ്ലാസ്റ്റും ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം ബ്ലാസ്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ബ്ലാസ്റ്റ് ആയത്. ഞാൻ ഡ്രോൺ വഴി വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതായത് ഇവിടെ കിടന്ന വെഹിക്കിൾസ് മൊത്തം ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബൈക്കും കാർസുമാണ് മെയിനായിട്ട് ബ്ലാസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ല വേറെ ഒന്നും ഐറ്റംസും കാര്യങ്ങളും ഇവിടെ ഒന്നും ബ്ലാസ്റ്റ് ആയിട്ടില്ല. ബ്ലാസ്റ്റ് ആയത് ഒരു 5-10 സെക്കൻഡിനുള്ളിൽ തന്നെ അത് മൊത്തത്തിൽ ഡിസ്പോൺ ആയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ നോർമലാക്കുന്നത് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ സൈസും കാര്യങ്ങളൊക്കെ നോർമൽ ആവുന്നതായിരിക്കും. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ RGS വെച്ചിട്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ആ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആ വീടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഹൗസ് കളറൊന്ന് കൊടുത്തിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറും കാര്യങ്ങളും ഇവിടെ ടൈപ്പ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇവിടെ റെഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡും കാര്യങ്ങളായിട്ടുണ്ട്. അതുപോലെ റെഡ് മാത്രമല്ല ഈ നമുക്ക് പല കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. RGB കൊടുക്കുമ്പോൾ നമ്മൾ RGB കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഫോണിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫോണിൻ്റെ കളർ പച്ചയായിരുന്നു, ഇപ്പോൾ അത് യെല്ലോ ആയി മാറിയിട്ടുണ്ട്. നമുക്ക് സൈഡിലത്തെ സ്ക്രീനിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. യെല്ലോ വേർഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ഓരോരോ ഐറ്റംസ് വരുന്നുണ്ട്. P1 കോൾ ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡ് കാര്യങ്ങൾ വരുന്നുണ്ട് F1 കോൾ ചെയ്യുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ S1 കോൾ ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ എക്സ്ട്രാ ഇത് റോഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പോർട്ട് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ W1 കോൾ ചെയ്യുമ്പോൾ വാൾ വന്നിട്ടുണ്ട്, വാൾ കാര്യങ്ങളൊന്ന്. T1 കോൾ ചെയ്യുമ്പോഴത്തേക്ക് മരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത് നമ്മുടെയാണ് B1
B1 എന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. H1 എന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹൗസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ C1 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓരോത്തിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഓരോന്നും വരുന്നത്. അതുപോലെ R6 നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. R6 എന്ന് പറയുമ്പോൾ വിൻഡ് മില്ല് പോലിരിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ട് ഒന്നുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ R6 എന്ന് പറയുന്ന സാധനം. R1 അല്ല, R6 ആണ് ഇട്ടേണ്ടത് കേട്ടോ. R6 ഇടുമ്പോൾ ഇതുപോലെ സാധനം വരുന്നുണ്ട്. പിന്നെ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡിൻ്റെ കാര്യമുണ്ട്. നമുക്കിവിടെ കാണുന്ന ഇപ്പോൾ ഓരോരോ ഐറ്റംസ് അതിൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നൊരു ഓപ്ഷനും കാര്യങ്ങളാണ് നമ്മുടെ മോഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക്. അവിടെ എക്സും വൈ സൈഡും ഉണ്ട്. അല്ല നമ്മൾ ആ സാധനത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെങ്ങോട്ട് മൂവ് ചെയ്യുന്നു അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റും. XY Z എന്ന് പറയുമ്പോൾ താഴോട്ട് മേളിലോട്ട് സൈഡിലോട്ട് റൊട്ടേറ്റിങ്, അതാണ് നമ്മുടെ മൂന്നിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും. അതിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചാൽ നമ്മൾ ഏത് ഐറ്റം കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന അതിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കോപ്പി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കാര്യം പിന്നെയും ഡബിളായിട്ട് ഇരട്ടിയായിട്ട് വരുന്നതായിരിക്കും. അപ്പം അങ്ങനെയും ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ അത് മൂവ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ മോഡ് ഓഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മോഡ് ഓഫ് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് സാധനം വെച്ച് അതുപോലെ തന്നെ അങ്ങനെ ഉറച്ചിരിക്കുന്നതായിരിക്കും. മോഡ് ഓൺ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്സും കാര്യങ്ങളും നീക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു RGSനകത്ത് വന്നൊരു ഫീച്ചറും കാര്യങ്ങളാണ്. ഇതിപ്പോൾ വന്നിട്ട് മുമ്പ് വന്ന ഫീച്ചേഴ്സും കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ വെഹിക്കിൾസും എല്ലാം സാധനങ്ങളും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. നമുക്കതുപോലെ തന്നെ RGS മെനു എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ടായിരുന്നു. RGS മെനുവിനകത്ത് കുറേ ഐറ്റംസ് കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ RGS മെനുവിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ട്രക്കും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രക്കും കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പ്രോപ്പറായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ട്രക്കിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ട്രക്കും കാര്യം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ RGS മെനു എടുത്തതിന് ശേഷം RGS മെനുവിൻ്റെ അകത്ത് നിന്ന് ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രക്ക് ഡൗൺലോഡ് ചെയ്ത് ലിങ്കും കാര്യങ്ങളും ഫോൾഡറും കാര്യങ്ങളും ഇവിടെയാണ് കിടക്കുന്നത്. അവിടെ പോയി ട്രക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടോട്ട് കൊണ്ടുവരുവാണെങ്കിൽ സെലക്ട് ചെയ്യുവാണെങ്കിൽ ട്രക്കും കാര്യമായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് ആഡ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ക്രീമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് കിട്ടാത്തൊരു വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ RGS മെനു എടുത്ത് ലോഡ് എടുത്തു. ലോഡിനോട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കവിടെ എൻ്റെ അകത്ത് truck.glb എന്ന് പറഞ്ഞ സാധനം കാണാം. നിങ്ങൾക്ക് എവിടെയാണ് ഈ സാധനം കിടക്കുന്നത് വെച്ചാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്ത് നിങ്ങളുടെ ഗെയിമിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ ഇനി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത എന്ത് ഐറ്റംസ് കാര്യങ്ങളെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. ഇതുപോലെ പുതിയ എന്താ വെഹിക്കിൾസും കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണമെന്നാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഐറ്റം മാത്രം കമൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റം മാത്രം പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ എത്ര പേരാണ് ഏത് ഐറ്റത്തിനാണ് കൂടുതൽ കമൻറ്റ്സ് കൊടുക്കുന്നത് ഇത് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതായിരിക്കും കൊണ്ടുവരുന്നത് ഫസ്റ്റായിട്ട്. അപ്പോൾ എന്തായാലും മാക്സിമം അതിന് വേണ്ടി എല്ലാവരും കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലഗിൻ ആപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ പ്ലഗിൻ ആപ്പിൻ്റെ അതിൽ നിന്ന് കുറേ ഐറ്റംസ് കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലഗിൻ ആപ്പിൻ്റെ അകത്ത് നിന്ന് സാധനങ്ങളൊക്കെ എങ്ങനെ എടുത്താണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. നമുക്കിതിനകത്ത് കുറേ ഐറ്റംസും കാര്യങ്ങളുണ്ട്. ചാലഞ്ച് മോഡ്, RGS മോഡ്, ആനിമൽ മോഡ്, വെഹിക്കിൾ, അതുപോലെ തന്നെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ അതിന് സെലക്ട് ഓപ്ഷൻ ചെയ്യുമ്പോൾ അവിടെ കോപ്പീഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കോപ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലോട്ട് പോയി ലിങ്ക് പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. അതൊക്കെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ നമുക്ക് ചാലഞ്ച് മോഡുണ്ട്, അതുപോലെ നമുക്ക് ഗോസ്റ്റ് മോഡുണ്ട്, ഇതുപോലെ തന്നെ ഗോഡ്സിലയുടെ മോഡും കാര്യങ്ങളും, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും കാര്യങ്ങളുണ്ട്. സ്പെഷ്യലായിട്ട് വരുന്നത് ഇതിനകത്ത് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അതൊക്കെ എല്ലാം എടുത്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും അത് നോക്കാവുന്നതാണ്. ഞാനിവിടെ പ്ലഗിൻ ആപ്പിൻ്റെയും നമ്മുടെ ഒറിജിനൽ ആപ്പിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് കിട്ടാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതെടുത്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കോപ്പിയൊക്കെ ചെയ്തിട്ട് നേരെ നമ്മുടെ ഒറിജിനൽ ഗെയിമിൻ്റെ അകത്ത് കയറി നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരുന്നതാണ്. ഞാനിപ്പോൾ ഒരു വെഹിക്കിളും കാര്യങ്ങളും കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഞാൻ ഗെയിം എടുത്ത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഒറിജിനൽ ഗെയിമും കാര്യങ്ങളും എടുത്ത് ഇനി അതിൻ്റെ അകത്തോട്ട് കയറുവാണ്. നിങ്ങൾ അതിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് എൻ്റർ ആയതിന് ശേഷം നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമുണ്ട്. ഈ ഫയൽ ലിങ്കും കാര്യങ്ങളും ലോഡാവാൻ വേണ്ടിയിട്ട് നെറ്റും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണും കാര്യങ്ങളും എടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ അവിടെ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ചിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പേസ്റ്റ് ചെയ്യാവുള്ളൂ. എന്നാലേ ലിങ്ക് കാര്യങ്ങൾ വർക്ക് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വന്നുകൊണ്ടിരിക്കും. എറർ വന്നു കഴിഞ്ഞ് 2-3 വട്ടം അടുപ്പിച്ച് എറർ വന്നു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങളുടെ ഫോണിലോട്ട് ലിങ്ക് കാര്യങ്ങളൊന്നും വർക്ക് ആവത്തില്ല, ഒരു ഐറ്റംസും കാര്യങ്ങളും ആഡ് ആവത്തില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കഴിഞ്ഞ ശേഷം ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഫയൽ ലോഡഡ് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റത്തേക്ക് നിങ്ങൾ പിന്നെ അത് നോക്കണ്ട. ഫയൽ ലോഡഡായി. പിന്നെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങൾ ഏതാണ് വെഹിക്കിൾ എടുത്തതെന്ന് വെച്ചാൽ ആ വെഹിക്കിളൊന്ന് ജസ്റ്റ് അതിൻ്റെ നമ്പർ ഒന്ന് അടിച്ച് നിങ്ങൾ സ്പോൺ ചെയ്യുക. സ്പോൺ ചെയ്താൽ അത് വരുന്നുണ്ടോ ഇല്ലേ നോക്കുക. എനിക്കിവിടെയാണ് ഞാൻ KGF-ൻ്റെ ബൈക്കും കാര്യങ്ങളാണ് സ്പോൺ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ KGF-ൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോഴൊന്നും വന്നതല്ല, നമുക്ക് കുറേ നാൾക്ക് മുൻപ് വന്നതാണ്. കുറേ പേർക്ക് ഇത് ചെയ്തിട്ട് കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എറർ വരുമ്പോൾ പിന്നെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സെയിം സ്റ്റെപ്പ് തന്നെ ഇപ്പോൾ പിന്നെ എറർ വരും. അങ്ങനെ 2-3 വട്ടം എറർ വന്നതിന് ശേഷമാണ് അവർ നമ്മളോട് വന്ന് പറയുന്നത് ഇങ്ങനെ എറർ മാത്രം കാണിക്കുന്നുണ്ട്, സാധനം കിട്ടുന്നില്ലെന്ന്. അപ്പോൾ ഈ എററിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കരുത്. പിന്നെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നെറ്റൊക്കെ ഓണാണോ നെറ്റൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് ചെയ്യാൻ പാടുള്ളൂ. എന്നാലും ഫയലും കാര്യം ലോഡഡ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ പണി കിട്ടി പിന്നെ ഒരു കാറും ഒരു ആനിമലും ഒരു ചാലഞ്ചും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും പണി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തന്നെ പറയണം, ആദ്യം പങ്കിങ് മോൺസ്റ്റർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സൂപ്പർ കാർസും കാര്യങ്ങളും വരാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഏതാദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടണമെന്ന് വെച്ച് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുന്നതാണ്. അതിനനുസരിച്ച് അതിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പുതിയൊരു അപ്ഡേറ്റിനകത്തോട്ട് വന്ന പുതിയ വീടും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇതുവരെ ആരും ഇത് കണ്ടിട്ടില്ലെങ്കിൽ, പുതിയ വീട് കാര്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ പോയി നിങ്ങളുടെ ഗെയിമിലേക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് പുതിയ വീടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പുതിയ വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്.